പാലക്കാട് കിഴക്കഞ്ചേരിയിൽ അജ്ഞാതർ വീടിന് തീയിട്ടു. കിഴക്കഞ്ചേരി സ്വദേശി റെനി വർഗീസിന്റെ വീടിനാണ് തീയിട്ടത്. റെനി വർഗീസിന്റെ മകന്റെ കാലിന് പൊള്ളലേറ്റു. രാത്രി 10 മണിക്ക് ഒരു ശബ്ദം കേട്ടിട്ട് ഞങ്ങൾ അവിടുന്ന് ലൈറ്റായിട്ട് ഞങ്ങൾ വന്നപ്പോഴേക്കും ഇവിടുന്ന് നിലവിളിക്കുട്ടി എല്ലാവരും കൂടി നോക്കുമ്പോൾ തീ പടർന്ന് അതിൻ്റെ ഉള്ളിൽ ഭയങ്കര ബഹളങ്ങളാണ് വരുന്നത്. ഞങ്ങൾ കുറേ പേര് അതിൻ്റെ ഉള്ളിൽ കയറി അതെല്ലാം തീ അണയ്ക്കാനായിട്ട് വെള്ളം കോരിയൊക്കെ കിടത്തി. അതിന് ശേഷം ഞങ്ങൾ എല്ലാവരും ഇവിടെ നോക്കിയിട്ട് ആരും ഒന്നും കണ്ടില്ല. നിഖിൽ പ്രമേഷ് ഉണ്ട് വിവരങ്ങളുമായി. ഇപ്പോൾ പാലക്കാട് നിന്ന് നിഖിൽ, ആരാണ് ഇതിന് പിന്നിൽ എന്നത് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ നിഖിൽ? ഉന്മേഷ്, ആരാണ് ഈ സംഭവത്തിന് പിന്നിൽ, തീയിട്ടതിന് പിന്നിൽ എന്നുള്ള കാര്യം അവ്യക്തമായി തുടരുകയാണ്. ഇന്നലെ രാത്രി 10 മണിയോട് കൂടിയിട്ടാണ് വലിയ ശബ്ദം ഈ വീടിനകത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഹാളിൽ കിടന്നുറങ്ങുകയായിരുന്ന റെനിയുടെ മകൻ നിവിൻ എന്ന 14-കാരനാണ് പൊള്ളലേൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ കുട്ടിയുടെ കാലിന് നന്നായി പൊള്ളലേറ്റിട്ടുണ്ട്. ഈ ഉഗ്ര ശബ്ദം കേട്ട് റൂമിനകത്ത് നോക്കിയപ്പോഴാണ് വസ്ത്രങ്ങളും മറ്റു സാധന സാമഗ്രികളും കത്തുന്നതായി അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഈ പരിക്കേറ്റ നിവിനെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ പകൽ ഈ റെനിയുടെ കുടുംബം പള്ളിയിൽ പോയി തിരിച്ചു വന്ന സമയത്ത് ഈ വീട്ടിൽ മോഷണം നടന്നതായുള്ള സംശയം അവർക്കുണ്ടായിരുന്നു. അതിനുള്ള സൂചനകൾ അവർക്ക് ലഭിച്ചിരുന്നു. പുറത്ത് കാണാതെ വെച്ചിരിക്കുന്ന വീടിൻ്റെ താക്കോൽ എടുത്ത് തുറന്ന് അലമാരയിലെ വസ്ത്രങ്ങളും മറ്റും വാരി വലിച്ചിട്ട നിലയിലുമായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഒരു മോഷണം നടന്നു എന്നവർ സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ പോലീസിൽ പരാതി നൽകിയിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ പ്രദേശത്തെ വിവിധ വീടുകളിൽ ഇത്തരത്തിൽ രാത്രികാലങ്ങളിൽ ശബ്ദവും ആളനക്കവും ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. റെനിയുടെ വീടിന്റെ ടെറസിന്റെ മുകളിൽ തീ കൂട്ടി കത്തിച്ച നിലയിലും കാണപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ വീടിനകത്ത് ഒരു തീപിടുത്തം ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ 2 ദിവസം മുൻപ് പഞ്ചായത്തിൽ നിന്നും കണക്കെടുപ്പിന് വന്ന ആളെന്ന വ്യാജേന വീട്ടമ്മയുടെ മാല കവർച്ച ചെയ്യാൻ ശ്രമം നടന്നിരുന്നു ഈ മേഖലയിൽ തന്നെ. ഈ വീട്ടമ്മയുടെ ചെറുത്തുനിൽപ്പിനെ തുടർന്ന് ഈ ശ്രമം ഉപേക്ഷിച്ച് അവർ മടങ്ങിപ്പോവുകയായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ, അതായത് പ്രദേശത്ത് കഴിഞ്ഞ ഏതാനും നാളുകളായി അജ്ഞാതരായ ആളുകളുടെ സാന്നിധ്യമുണ്ട്. ഇത്തരത്തിൽ മോഷണ ശ്രമങ്ങളടക്കം നടക്കുന്നുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. ശരി നിഖിൽ പ്രമേഷാണ് പാലക്കാട് എന്ന വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.